അപ്പോൾ കഴിഞ്ഞ ക്ലാസ് നമ്മുടെ പേജ് നമ്പർ 244 വരെയായിരുന്നു പറഞ്ഞു നിർത്തിയത്. ഇനിയിപ്പോൾ നമുക്ക് 244 തൊട്ടുള്ള പോർഷൻസ് ആണ് നോക്കാനുള്ളത്. ഇപ്പം നമ്മൾ നമ്മുടെ 5th മൊഡ്യൂളിൻ്റെ തന്നെ ഏറ്റവും ലാസ്റ്റത്തെ ക്ലാസ് ആയിരിക്കും ഇത്. അതുപോലെ തന്നെ നമ്മുടെ 5th മൊഡ്യൂൾ 5 മൊഡ്യൂള് ഈ ക്ലാസ്സോടുകൂടി തന്നെ തീരുവാണ്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഗ്രൂപ്പിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറുകൾ ഇടാം. അതൊക്കെ നോക്കി നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. നെക്സ്റ്റ് നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഹൈപ്പർ ലിങ്ക്സ് ആൻഡ് ആക്ഷൻ ബട്ടൺസിനെ കുറിച്ചാണ്. A PowerPoint presentation can be more than simply advancing through your slides. Using hyperlinks and action buttons, you can link to other slides in your presentation or other presentation, link objects created in programs other than PowerPoint so that they will update your slideshow when it is original is updated. അപ്പോൾ നമുക്ക് പവർ പോയിന്റ് പ്രസൻറ്റേഷനകത്ത് എന്താ, നമുക്ക് ആക്ഷൻ ബട്ടൺ അല്ലെങ്കിൽ ഹൈപ്പർ ലിങ്ക്സ് യൂസ് ചെയ്ത് നമ്മുടെ പ്രസൻറ്റേഷനിലേക്ക് അതർ സ്ലൈഡ്സിനെ നമുക്ക് എന്താ ഇൻക്ലൂഡ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അല്ലെങ്കിൽ ലിങ്ക് അല്ലെങ്കിൽ ഒബ്ജക്റ്റ് ഒക്കെ അതർ പ്രോഗ്രാംസിനകത്ത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതെല്ലാം നമുക്ക് ലിങ്ക് വഴി പവർ പോയിന്റിൽ എത്തിക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഒബ്ജക്റ്റുകൾ ലിങ്ക് ചെയ്യുന്നതെന്നാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. യു ക്യാൻ പ്ലേസ് ഒബ്ജക്റ്റ് ഇൻ യുവർ പ്രസൻറ്റേഷൻ ദാറ്റ് വിൽ ഡൈനാമിക്കലി whenever original object is updated on Excel spreadsheet for example. അപ്പോൾ നമ്മൾ ഇതിനകത്ത് എന്ത് മാറ്റം വരുത്തിയാലും അത് ഒറിജിനൽ ഒബ്ജക്റ്റിൽ എന്ത് മാറ്റം വരുത്തിയാലും ആ സെയിം തന്നെ ഇവിടെ മാറ്റം വരുത്തും. അതായത് നമ്മളിപ്പോൾ എക്സൽ ഫയലാണ് നമ്മുടെ ഇതിനകത്ത് ആഡ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ പിന്നീട് പോയി എക്സൽ ഷീറ്റിൽ എന്തെങ്കിലും മാറ്റം വരുത്തിയാലും ഈ പവർ പോയിന്റ് പ്രസന്റേഷനിൽ അത് പ്രതിഫലിക്കും എന്നാണ് പറയുന്നത്. In order to an object to be linked, it must be created in a program that support object linking and embedding. All Microsoft Office applications support OLE within their own versions. But this will not work if you are working compatibility mode. Also note, if you are linking to an object, that object must be on computer that you can presenting on. If object is not the same computer, PowerPoint will not able to access it. അപ്പോൾ നമ്മൾ ഒബ്ജക്റ്റ് ലിങ്ക് ചെയ്യാന്ന് പറഞ്ഞു. അതായത് നമ്മുടെ ഇതിനകത്തുള്ള ഒന്നിൽ കൂടുതലുള്ള പവർ പോയിന്റ് പ്രസന്റേഷനിലെ സ്ലൈഡുകൾ നമുക്ക് വേണമെങ്കിൽ ഒരു ഒരെണ്ണത്തിനകത്ത് വേണമെങ്കിലും ആക്സസ് ചെയ്യാം. പക്ഷെ ഒരു നിബന്ധന ഇവിടെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇങ്ങനെ ഒരു ഒബ്ജക്റ്റിനെ ലിങ്ക് ചെയ്യുമ്പോൾ നമ്മുടെ കമ്പ്യൂട്ടറിലുള്ള പ്രസന്റേഷനിലുള്ള ഒബ്ജക്റ്റുകളെ മാത്രമേ നമുക്ക് ലിങ്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. There are several different options for placing linked object. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒബ്ജക്റ്റിനെ ലിങ്ക് ചെയ്യുന്നതിനുള്ള ഡിഫറെന്റ് മെത്തേഡ്സിനെ കുറിച്ചാണ്, അല്ലെങ്കിൽ ഡിഫറെന്റ് ഓപ്ഷൻസിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. നമ്മൾ പറഞ്ഞു ഒബ്ജക്റ്റിനെ അല്ലേ നമുക്ക് ഈ പവർ പോയിന്റ് പ്രസന്റേഷനകത്തോട്ട് ലിങ്ക് ചെയ്യാൻ പറ്റുമെന്നാണ് ഒരു ഇൻട്രോ പോലെ പറഞ്ഞു നിർത്തിയിരിക്കുന്നത്. പക്ഷെ അതെങ്ങനെയാണ് നമ്മൾ ലിങ്ക് ചെയ്യുന്നതെന്നാണ് പറഞ്ഞേക്കുന്നത്. ഫസ്റ്റ് മെത്തേഡിനകത്ത് കോപ്പി പേസ്റ്റ് മെത്തേഡ് യൂസ് ചെയ്താണ് നമ്മൾ നമ്മുടെ ഒരു ഗ്രാഫിക്കൽ ഒബ്ജക്റ്റിനെ അല്ലെങ്കിൽ ചാർട്ട്സിനെ ഗ്രാഫിനെ ഒക്കെ നമ്മൾ പേസ്റ്റ് ചെയ്യാൻ പറഞ്ഞേക്കുന്നത്. ദിസ് വർക്ക് ബെസ്റ്റ് വിത്ത് ഗ്രാഫിക്കൽ ഒബ്ജക്ട്സ് സച്ച് ആസ് charts and graphs. You can either drop the object directly onto your slide or use an action button or link to open object in appropriate program when clicked. അപ്പം ഒന്നെങ്കിൽ നമുക്ക് ഡയറക്റ്റ്ലി ഒബ്ജക്റ്റിനെ നമ്മുടെ സ്ലൈഡിലേക്ക് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നത് ആക്ഷൻ ബട്ടൺ ഇങ്ങോട്ട് ഉൾപ്പെടുത്തുകയാണ്. അപ്പോൾ ആക്ഷൻ ബട്ടൺ ഉൾപ്പെടുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേനും നമ്മളുടെ ഒബ്ജക്റ്റ് നമ്മൾ ഏത് ആപ്ലിക്കേഷനിൽ വേണമെങ്കിലും വർക്ക് ചെയ്ത ഒബ്ജക്റ്റ് ഡയറക്റ്റ്ലി ഓപ്പൺ ആയിട്ട് വരും. അതിനുള്ള സ്റ്റെപ്പാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓപ്പൺ ദ ഫയൽ ഇൻ ഇറ്റ്സ് ഒറിജിനൽ പ്രോഗ്രാം. For this tutorial, we will be using Excel object as an example. Select the data you wish to copy. Click select copy. Use the keyboard shortcut Ctrl+C. In PowerPoint, select the slide where you want to object appear. അപ്പോൾ ഫസ്റ്റ് വേണം നമ്മൾ
ഈ പവർ പോയിന്റിലേക്ക് ഒരു എക്സൽ ഷീറ്റിനെയാണ് ആഡ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ എക്സൽ ഷീറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടില്ലല്ലേ, അപ്പൊ നമുക്കൊരു എക്സൽ ഷീറ്റ് ഇതിനു വേണ്ടി തന്നെ ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. നമ്മൾ ഫസ്റ്റ് അത് ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. ഇപ്പം ജസ്റ്റ് ഒന്നും ഇല്ല കേട്ടോ, ഞാൻ എ ബി എന്നും പറഞ്ഞ് 2 പേര് കൊടുത്തിട്ട് ഒരു ചാർട്ട് ഉണ്ടാക്കാൻ വേണ്ടിയാണ്. ചുമ്മാ വാല്യൂസ് 24, 34, 23, 78 ചുമ്മാ ചാർട്ട് ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ഇൻസേർട്ട് കോളം ചാർട്ട് ഒരു ചാർട്ട് തയ്യാറാക്കി. അപ്പം എനിക്ക് ഈ ഒബ്ജക്റ്റിനെ പവർ പോയിന്റ് പ്രസന്റേഷനിലേക്ക് ആഡ് ചെയ്യണം. അതിനുവേണ്ടി ഞാൻ ഇത് സെലക്ട് ചെയ്യുന്നു, ഈ മൊത്തത്തോടെ സെലക്ട് ചെയ്ത് ഹോമിനകത്ത് കോപ്പി കൊടുക്കുന്നു, അല്ലെങ്കിൽ കൺട്രോൾ C കൊടുത്താൽ മതി. ഇനിയിപ്പോൾ ഞാൻ പ്രസന്റേഷനിലേക്കാണ് ആഡ് ചെയ്യേണ്ടത്. ഇനി സ്റ്റെപ്പ് പറയുന്നുണ്ട്. ഇൻ ദ ഹോം ടാബ് ഓൺ ദ ക്ലിപ്പ് ബോർഡ് ക്ലിക്ക് ദ മെനു below paste button and select paste special. The paste special dialog box opens. In the dialog box, select the paste link option. This will enable a chart or graph update in your PowerPoint. When you edit as Excel, also verify your proper file type is selected as listed. അപ്പോൾ നമ്മൾ ഇതിനകത്ത് തന്നെ പേസ്റ്റ് സ്പെഷ്യൽ എടുക്കുവാണ്. പേസ്റ്റ് സ്പെഷ്യൽ നമ്മൾ എടുക്കുമ്പോഴത്തേനും ഇതുപോലെ ഒരു ഡയലോഗ് ബോക്സ് പേസ്റ്റ് സ്പെഷ്യൽ എന്ന് പറയുന്ന ഒരു ഡയലോഗ് ബോക്സ് ഓപ്പൺ ആയിട്ട് വരും. ഇതിനകത്ത് മൈക്രോസോഫ്റ്റ് ഗ്രാഫിക് ഒബ്ജക്റ്റ് എന്നുള്ളത് നമ്മൾ പേസ്റ്റ് ലിങ്ക് ഓപ്ഷൻ കൊടുക്കുകയാണ്. ഓക്കെ കൊടുക്കുന്നു. നോക്കിക്കേ, നമ്മുടെ ഒബ്ജക്റ്റ് ഇവിടെ അപ്പിയർ ചെയ്ത് വന്നേക്കുന്നത് കാണാം. ഇനി അടുത്ത ഒരു ഓപ്ഷനും കൂടെ ഉണ്ട്, അതുകൂടെ നമുക്ക് നോക്കാം. ഈ പേസ്റ്റ് അല്ലേ, പേസ്റ്റിനകത്ത് തന്നെ പേസ്റ്റ് സ്പെഷ്യലിനകത്ത് തന്നെ രണ്ടാമത് ഇവിടെ പറഞ്ഞേക്കുന്നത് another option will check the display as icon box to the right and add link to resulting icon. This way, when you click the icon, the object will open its original program. See linking to a file or website below for instruction or adding a link to an object or icon. When you are finished, click OK. രണ്ടാമത് നമ്മളോട് പറഞ്ഞേക്കുന്നത് ഇങ്ങനെ കൊടുക്കുന്ന സാഹചര്യത്തിൽ നമ്മൾ ഡിസ്പ്ലേ ആസ് ഐക്കൺ എന്ന് പറയുന്നത് ടിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മളിത് ടിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ നോക്കുക, ഇതായതുകൊണ്ട് കാണത്തില്ലായിരിക്കും. നമുക്ക് വേറൊരു സ്ലൈഡ് എടുക്കാം അല്ലേ. ഇതിനകത്ത് നമ്മൾ എങ്ങനെയായിരുന്നു പേസ്റ്റ് അല്ലേ, പേസ്റ്റ് സ്പെഷ്യൽ കൊടുക്കുകയാണ്. പേസ്റ്റ് സ്പെഷ്യൽ ഓപ്ഷൻ കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ ഡിസ്പ്ലേ ആസ് ഐക്കൺ കൊടുക്കുകയാണ്. അപ്പോൾ ഒരു ഐക്കണിൻ്റെ ഫോമിൽ ഇങ്ങോട്ട് വന്നേക്കുന്നത് കാണും. അപ്പം നമ്മൾ അതിനകത്ത് ഈ ഐക്കണിനകത്ത് ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒറിജിനൽ ഒബ്ജക്റ്റ് എക്സലിൽ ഓപ്പൺ ചെയ്ത് വന്നേക്കുന്നത് കാണാം. അങ്ങനെ 2 മെത്തേഡാണ് ഇപ്പം നമ്മൾ പഠിച്ചത്. അതായത് ഫസ്റ്റ് വൺ എന്ന് പറയുമ്പോൾ നമ്മൾ കോപ്പി ചെയ്തിട്ട് എക്സലിലെ ഫയലിനെ കോപ്പി ചെയ്തിട്ട് പേസ്റ്റ് സ്പെഷ്യൽ കൊടുക്കുന്നു. അതുപോലെ തന്നെ സെക്കൻഡ് ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ പേസ്റ്റ് സ്പെഷ്യൽ കൊടുക്കുന്നു. അതുപോലെ തന്നെ വരുന്ന ഡയലോഗ് ബോക്സിനകത്ത് നമ്മൾ ഡിസ്പ്ലേ ആസ് ഐക്കൺ എന്ന് പറയുന്നത് ടിക്ക് ചെയ്ത് കൊടുക്കുന്നു. ഇത്രയാണ് നമ്മൾ കണ്ടത്. ഇനി നമ്മൾ ഒരു ഒബ്ജക്റ്റ് ഇൻസേർട്ട് ടാബ് വഴി എങ്ങനെയാണ് ആഡ് ചെയ്യുന്നതെന്നാണ് ഇനി നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത്. അതിനുവേണ്ടി നമുക്ക് വേറൊരു സ്ലൈഡ് ഉണ്ടാക്കാം അല്ലേ. This option is useful for adding spreadsheet to your presentation. ഇപ്പം ഇൻസേർട്ട് ഡയലോഗ് ബോക്സ് എന്ന് പറയുന്ന ആ ഓപ്ഷൻ നമ്മൾ സ്പ്രെഡ്ഷീറ്റ് ആഡ് ചെയ്യാൻ വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. അപ്പം ഫസ്റ്റ് ഇൻസേർട്ട് ടാബ് അണ്ടർ ദ ടെക്സ്റ്റ് ഗ്രൂപ്പ് ക്ലിക്ക് ഒബ്ജക്റ്റ് ദ ഇൻസേർട്ട് ഒബ്ജക്റ്റ് ഡയലോഗ് ബോക്സ് ഓപ്പൺസ്. അപ്പം നമ്മൾ ഇൻസേർട്ട് ടാബിനകത്തുനിന്ന് ഏതാ പറയുന്ന ടെക്സ്റ്റ് ഗ്രൂപ്പിനകത്ത്, അതായത് ടെക്സ്റ്റ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഇതല്ലേ, ടെക്സ്റ്റ് ഗ്രൂപ്പിനകത്തെ ഒബ്ജക്റ്റ് ആഡ് ചെയ്യുന്നു. അപ്പോൾ ഒരു ഇൻസേർട്ട് ഡയലോഗ് ബോക്സ് ഒബ്ജക്റ്റ് ഡയലോഗ് ബോക്സ് ഓപ്പൺ
ചെയ്ത് വന്നേക്കുന്നത് കാണാം. സെലക്ട് ക്രിയേറ്റ് ഫ്രം ഫയൽ. അപ്പം ക്രിയേറ്റ് ഫ്രം ഫയൽ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ന്യൂ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം. സെക്കൻഡ് ഓപ്ഷൻ ക്രിയേറ്റ് ഫ്രം ഫയലാണ്. എന്നിട്ട് നമ്മൾ എവിടെയാണോ ക്രിയേറ്റ് ചെയ്തേക്കുന്നത് അത് ബ്രൗസ് ചെയ്ത് നമുക്ക് എടുക്കണം. നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇഫ് യു വിഷ് ടു ആഡ് കണ്ടന്റ്സ് ഓഫ് ദി ഫയൽ യുവർ സ്പ്രെഡ്ഷീറ്റ്, ക്ലിക്ക് ഓക്കെ ഓൺ ദി ഇൻസേർട്ട് ഒബ്ജക്റ്റ് ഡയലോഗ്. ഞാൻ ബുക്ക് 2 ആണ് ഇൻസേർട്ട് ചെയ്യുന്നത്. ഇത് ഓൾറെഡി ഉള്ളതാണ്, അതുകൊണ്ട് ഞാൻ ഓക്കെ. എനിക്ക് ഇതിനകത്തെ കണ്ടന്റുകൾ ഇതിനകത്തോട്ട് ആഡ് ചെയ്യണം, അതുകൊണ്ട് ഓക്കെ ഞാൻ കൊടുക്കുന്നു. ഇനി മറ്റേ പറഞ്ഞ പോലെ തന്നെ ഒന്നെങ്കിൽ നമുക്ക് ഡിസ്പ്ലേ ആസ് ഐക്കൺ ആയിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് എന്താ കൊടുത്തു നോക്കാം അല്ലേ. ഒരു ലിങ്കിന്റെ ഫോമിലാണ് നമുക്ക് എന്താ ഇപ്പൊ ഈ book 2.html എന്ന് പറഞ്ഞു വന്നേക്കുന്നത്. ഇത് നമുക്ക് ഐക്കൺ ആയിട്ട് വേണമെങ്കിലും സെറ്റ് ചെയ്ത് വെക്കാം അല്ലേ. അപ്പം ഇൻസേർട്ട് ഒബ്ജക്റ്റ് കൊടുക്കുന്നു, ക്രിയേറ്റ് ഫ്രം ഫയൽ കൊടുക്കുന്നു. ബ്രൗസ് ചെയ്തിട്ട് ഞാൻ എൻ്റെ സ്പ്രെഡ്ഷീറ്റ് ഫയൽ ഓക്കെ കൊടുത്ത് സെലക്ട് ചെയ്യുന്നു. ഡിസ്പ്ലേ ആസ് ഐക്കൺ കൊടുക്കുന്നു, ഓക്കെ കൊടുക്കുന്നു. എനിക്ക് ഐക്കണിന്റെ രൂപത്തിൽ വേണമെങ്കിലും എന്താ ഈ സ്പ്രെഡ്ഷീറ്റ് കിട്ടും. ഇപ്പോൾ ഒരു ലിങ്ക് ആയിട്ട് വെബ് പേജിലേക്കായിരിക്കും പോകുന്നത്. അപ്പോൾ എനിക്ക് ഒന്നെങ്കിൽ എന്താ എനിക്ക് രണ്ട് മെത്തേഡും ഇതുപോലെ തന്നെ യൂസ് ചെയ്യാം അല്ലേ. ഞാൻ കൊടുത്ത ഒബ്ജക്റ്റിന്റെ ഫോമാണ് എനിക്കിവിടെ കിട്ടിയത്. ഇനിയിപ്പോൾ നമ്മുടെ ഒറിജിനൽ ഫയൽ നമുക്ക് അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഇവിടെ തന്നെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് എന്താ നെക്സ്റ്റ് പറഞ്ഞേക്കുന്നത് അപ്ഡേറ്റിംഗ് ദ ഒറിജിനൽ ഫയലാണ്. യു ക്യാൻ ഓൾവേസ് ഓപ്പൺ ദ പ്രോഗ്രാംസ് വിച്ച് യു ക്രിയേറ്റഡ് യുവർ ലിങ്ക്ഡ് ഒബ്ജക്റ്റ് ആൻഡ് എഡിറ്റ് ദി ഒറിജിനൽ ഫയൽ, ബട്ട് ഹിയർ ഇസ് എ ഈസി വേ ടു അക്കംപ്ലിഷ് ദ സെയിം തിങ് through PowerPoint. Click the linked object to select it. Right click on the border of the object, select the linked object and click edit. ഇനി എനിക്ക് വേണമെങ്കിൽ ഇതിന്റെ ബോർഡർ ക്ലിക്ക് ചെയ്ത് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ലിങ്ക്ഡ് ഒബ്ജക്റ്റ് കൊടുത്ത് എഡിറ്റ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഒറിജിനൽ ഫയൽ എഡിറ്റ് ചെയ്യുന്ന അനുസരിച്ച് എൻ്റെ ഈ പവർ പോയിന്റ് പ്രസന്റേഷനും എഡിറ്റ് ആകും. അതാണ് അപ്ഡേറ്റിംഗ് ദ ഒറിജിനൽ ഫയൽ. ഒന്നുമില്ല, എഡിറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ റൈറ്റ് ക്ലിക്ക് ചെയ്ത് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്താൽ മാത്രം മതി. ഇനി ലിങ്കിങ് ടു എ ഫയൽ ഓർ വെബ്സൈറ്റ് ആണ് ഇനി നെക്സ്റ്റ് നമ്മൾ കാണാൻ പോകുന്നത്. യു ക്യാൻ ആഡ് ലിങ്ക് ടു ആൻ ഒബ്ജക്റ്റ് ഓർ ടെക്സ്റ്റ്. അപ്പോൾ നമ്മളിപ്പോൾ ടൈപ്പ് ചെയ്തേക്കുന്ന പവർ പോയിന്റിന് ടൈപ്പ് ചെയ്തേക്കുന്ന ഒരു ടെക്സ്റ്റ് അല്ലെങ്കിൽ ഒബ്ജക്റ്റിന് എങ്ങനെയാണ് ലിങ്ക് ആഡ് ചെയ്യുന്നതെന്നാണ് ഇനി നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത്. സെലക്ട് ദ ടെക്സ്റ്റ് ഇമേജ് ഓർ ഷേപ്പ് യു വിഷ് ടു ആഡ് എ ലിങ്ക്. അപ്പം ഞാനിപ്പം ചുമ്മാ ഒരു ടെക്സ്റ്റ് കൊടുക്കുകയാണ്. എനിക്ക് ഇതിനാണ് ലിങ്ക് കൊടുക്കേണ്ടത്. ഇനി ഞാൻ ഇൻസേർട്ട് ടാബിലെ തന്നെ ലിങ്ക്സ് ഗ്രൂപ്പിലെ ഹൈപ്പർ ലിങ്ക് എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കുകയാണ്. അപ്പോൾ ഒരു ഇൻസേർട്ട് ഹൈപ്പർ ലിങ്ക് ഡയലോഗ് ബോക്സ് ഓപ്പൺ ആയി വന്നേക്കും. ഇതിനകത്ത് അഡ്രസ്സ് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ നമുക്ക് അഡ്രസ്സ് എന്ന് പറയുന്നത് ടൈപ്പ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ നമുക്ക് നോക്കണം. ഇങ്ങനെ ഒരു അഡ്രസ്സ് വന്നേക്കുന്നത് കാണാം. നെക്സ്റ്റ് നമ്മൾ ഓക്കെ കൊടുത്താൽ മതി. അതിൻ്റെ കറസ്പോണ്ടിങ് ബേസിസിൽ ഒരു URL വന്നേക്കുന്നത് കാണാം. ഇനി ലിങ്കിങ് സ്ലൈഡ്സ് ആൻഡ് അതർ പ്രസന്റേഷൻ. നമ്മളിപ്പം ഒരു സ്ലൈഡിന്റെ കാര്യമാണ് പറഞ്ഞേക്കുന്നത്. നമ്മൾ ഇനി പ്രസന്റേഷനുകൾ എങ്ങനെയാണ് ലിങ്ക് വഴി ഇങ്ങനെ ആഡ് ചെയ്യുന്നതെന്നാണ് പഠിക്കുന്നത്. യു ക്യാൻ ലിങ്ക് ടു എ സ്ലൈഡ് ഇൻ യുവർ കറന്റ് പ്രസന്റേഷൻ ഓർ ടു എ സ്ലൈഡ് ഇൻ ഡിഫറെന്റ് പ്രസന്റേഷൻ വിതിൻ ദ സെയിം പ്രസന്റേഷൻ. നമ്മൾ യൂസ് ചെയ്യുന്നത് സെയിം പ്രസന്റേഷൻ ആണെങ്കിൽ നമ്മൾ ഇൻസേർട്ട് ടാബിലെ തന്നെ ലിങ്ക്സ് ഗ്രൂപ്പിലെ ഹൈപ്പർ ലിങ്ക് എടുക്കുക. ഇപ്പൊ നമുക്ക് നോക്കാം അല്ലേ. എനിക്ക് സ്ലൈഡ് 4 ലിങ്കാണ് ഇങ്ങോട്ട് ആഡ് ചെയ്യേണ്ടത്.
അതുകൊണ്ട് ഞാൻ ഇൻസേർട്ട് ടാബിലെ തന്നെ ലിങ്ക്സ് ഗ്രൂപ്പിനകത്ത് ഹൈപ്പർ ലിങ്ക് എടുക്കുന്നു. അതിനകത്ത് പ്ലേസിംഗ് ദിസ് ഡോക്യുമെന്റ് കൊടുക്കണം. സ്ലൈഡ് 3-ക്കകത്താണ് എനിക്ക് വേണ്ടത്. ഞാൻ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ സ്ലൈഡ് 3-ക്കകത്തോട്ട് പൊക്കോളും. ഇനി ഡിഫറെന്റ് പ്രസന്റേഷൻ കാണണോ വേണ്ടെങ്കിലോ നമ്മൾ ഇൻസേർട്ട് ടാബിലെ തന്നെ ആക്ഷൻ ബട്ടൺ യൂസ് ചെയ്യുന്നു. അപ്പം ഇതിനകത്ത് ഹൈപ്പർ ലിങ്ക് ടു എന്ന് ചോദിക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ പ്രീവിയസ് സ്ലൈഡ് അല്ലെങ്കിൽ ലാസ്റ്റ് സ്ലൈഡ് വ്യൂവിടെ അല്ലെങ്കിൽ നെക്സ്റ്റ് സ്ലൈഡിലേക്കാണ് എനിക്ക് ടെക്സ്റ്റ് ആഡ് ചെയ്യേണ്ടതെന്ന് ഞാൻ കൊടുക്കുന്നു. ഇനി ഓക്കെ കൊടുത്താൽ മതി. ഇങ്ങനെ വേണമെങ്കിലും എനിക്ക് ആഡ് ചെയ്യാം. ഇനി നമുക്ക് ലിങ്ക് ചേഞ്ച് ചെയ്യണമെങ്കിൽ, അതായത് ഇപ്പം ഞാൻ ക്രിയേറ്റ് ചെയ്തേക്കുന്ന ഏതെങ്കിലും ലിങ്ക് എനിക്ക് ചേഞ്ച് ചെയ്യണമെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് എഡിറ്റ് ഹൈപ്പർ ലിങ്ക് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്താൽ മതി. എനിക്ക് എഡിറ്റ് ചെയ്യാൻ എങ്ങോട്ട് വേണമെങ്കിലും എനിക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും. ഒന്നെങ്കിൽ റിമൂവ് ചെയ്യാനും ഉള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ കൊടുത്താൽ മതി. അപ്പോൾ ഇത്രേ ഉള്ളൂ ലിങ്ക് ആഡ് ചെയ്യുന്നതിന് വേണ്ടി. ഇനി ഞാൻ പ്രസന്റേഷൻ PPT കൊടുത്ത് നോക്കുവാണ്. വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ PPT കൊടുത്തു നോക്കുന്നത്. ലോഡായി വരുന്നുണ്ട്. കിട്ടുന്നുണ്ടല്ലേ? ഈ സ്ലൈഡ് 3 അല്ലേ? സ്ലൈഡ് 3ലേക്ക് പോകാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ സ്ലൈഡ് 3ലേക്ക് പോയി. നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായി കാണും, ഇത് ആക്റ്റീവ് ആയിരുന്നില്ലല്ലോ അല്ലേ? പക്ഷെ ഇപ്പോൾ ആക്റ്റീവ് ആയല്ലേ? നമ്മൾ ഓരോന്നും സെലക്ട് ചെയ്തിട്ട് സ്ലൈഡ് 3ലേക്ക് പോകുന്നുണ്ടായിരുന്നു. ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു? ലിങ്കിങ് ടു ഫയൽ ഓർ വെബ്സൈറ്റ് ആയിരുന്നു പറഞ്ഞത്. അപ്പോൾ ഫസ്റ്റ് സെയിം പ്രസന്റേഷനിൽ വേണമെങ്കിൽ എനിക്ക് ലിങ്ക് ചെയ്യാമെന്ന് പറഞ്ഞതിന് എക്സാമ്പിളാണ് ഞാൻ സ്ലൈഡ് 3ലേക്ക് പോയത്. ഈ സ്ലൈഡ് 3-ക്കകത്ത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേനും ഈ മൂന്നാമത്തെ സ്ലൈഡ് എന്ന് പറയുന്നത് ഇതാ അല്ലേ? ഇങ്ങോട്ട് എനിക്ക് പോകാൻ പറ്റി. ഇനി ഡിഫറെന്റ് പ്രസന്റേഷനിലേക്കാണ് നെക്സ്റ്റ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഇൻസേർട്ടിനകത്ത് തന്നെ ആക്ഷൻ ബട്ടൺ യൂസ് ചെയ്തു. ആക്ഷൻ ബട്ടൺ യൂസ് ചെയ്ത് കഴിഞ്ഞ് ഹൈപ്പർ ലിങ്ക് ടു നെക്സ്റ്റ് സ്ലൈഡ് അല്ലെങ്കിൽ പ്രീവിയസ് സ്ലൈഡ് കൊടുത്താൽ മതി. ഓക്കെ കൊടുത്തു. അപ്പം ഇത് പ്രീവിയസ് സ്ലൈഡല്ലേ കൊടുത്തേക്കുന്നത്. എനിക്ക് സ്ലൈഡ് ഷോ ആയിട്ട് നോക്കിയാലേ ഇതിൻ്റെ ഇത് വന്നിട്ടുണ്ടോയെന്ന് അറിയാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ കണ്ടോ, സ്ലൈഡ് 3 എന്ന് പറയുന്ന പ്രീവിയസ് സ്ലൈഡാണ്. അതും വർക്കിംഗ് ആവുന്നുണ്ട്. എസ്കേപ്പ് അടിച്ചിടുവാണ്. അതായത് എൻ്റെ ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ എനിക്ക് സ്ലൈഡ് 3 ആയിരുന്നു വേണ്ടത്. അതെനിക്ക് കിട്ടുന്നുണ്ടല്ലേ? ഞാൻ ഇപ്പോൾ ക്ലിക്ക് ചെയ്തപ്പോൾ ഈ സ്ലൈഡായിരുന്നു വരേണ്ടത്. അതെനിക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ സ്ലൈഡ് 3-ക്കകത്ത് ഞാൻ ഈ 5-ാമത്തെ സ്ലൈഡ് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേനും 3-ാമത്തെ സ്ലൈഡ് പോകുന്നുണ്ട്. അപ്പം ഞാൻ ചെയ്തതൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഫസ്റ്റ് വൺ സെയിം പ്രസൻറ്റേഷനിൽ തന്നെ സ്ലൈഡിനെ റെപ്രസെൻറ്റ് ചെയ്യാനും നെക്സ്റ്റ് ഡിഫറെൻറ്റ് പ്രസൻറ്റേഷനിലേക്ക് പോകുന്നതിന് വേണ്ടിയായിരുന്നു പറഞ്ഞേക്കുന്നത്. അപ്പോൾ 2 മെത്തേഡാണ് ലിങ്കിങ് സ്ലൈഡ്സ് ആൻഡ് അതർ പ്രസൻറ്റേഷൻ എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ
കുറച്ച് പഠിക്കാനുള്ളത് നമ്മുടെ പ്രിന്റിംഗ് ഓപ്ഷനാണ്. നമ്മൾ സ്ലൈഡ് പ്രിന്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് കുറച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്. ബിഫോർ പ്രിന്റിംഗ് യുവർ സ്ലൈഡ്സ് യു നീഡ് ടു ഡിറ്റർമിൻ വാട്ട് ഫോർമാറ്റ് വിൽ ബി പ്രിന്റഡ് ആൻഡ് ഓറിയന്റേഷൻ ഓഫ് പേപ്പർ. അപ്പം നമ്മൾ ഒരു സ്ലൈഡ് പ്രിന്റ് ചെയ്യുന്നതിന് മുമ്പ് അതിൻ്റെ ഓറിയന്റേഷൻ ഒക്കെ നോക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി നമ്മൾ ഡിസൈൻ ടാബ് എടുക്കുന്നു. പേജ് സെറ്റപ്പ് ഡയലോഗ് ബോക്സ്, അതായത് പേജ് സെറ്റപ്പ് ഡയലോഗ് ബോക്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും ഇങ്ങനെ ഒരു സ്ക്രീൻ വന്നേക്കുന്നത് കാണാം. ഫസ്റ്റ് വേണമെന്ന് പറയുന്നത് സ്ലൈഡ് സൈസ്ഡ് ഫോർ. സ്ലൈഡ്സ് ഏത് സൈസിലാണ് എനിക്ക് പ്രിന്റ് ചെയ്യുന്നത്, ലെറ്റർ, പേപ്പറോ, A4 എന്ത് വേണമെങ്കിലും എനിക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇഫ് നെസസറി ചേഞ്ച് ദ ഓറിയന്റേഷൻ. നെക്സ്റ്റ് എനിക്ക് ഓറിയന്റേഷൻ വേണമെങ്കിൽ മാറ്റി കൊടുക്കാം. Note that you can set a separate orientation for your slides and your notes, handouts and outline. എനിക്ക് വേണമെങ്കിൽ ഓറിയന്റേഷൻസ് സ്ലൈഡ്സിനോ നോട്ട്സ് ഹാൻഡ്ഔട്ട്സിനോ ഔട്ട്ലൈനൊക്കെ ഡിഫറെൻറ്റ് കൊടുക്കാം. For most printing, default orientation is acceptable. The exception is overhead transparencies. For this, select letter of A4 paper and portrait orientation. അപ്പം portrait orientation എന്ന് പറയുന്നത് സെലക്ട് ചെയ്യുന്ന പോലെ ഇരിക്കും അല്ലേ. A4 വേണ്ടിയാണ് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത്. ടു സ്റ്റാർട്ട് നമ്പറിംഗ് ദ സ്ലൈഡ്സ് വിത്ത് എ നമ്പർ അതർ ദാൻ വൺ, അഡ്ജസ്റ്റ് ദ ഫിഗർ ഇൻ ദ നമ്പർ സ്ലൈഡ്സ്. എനിക്ക് നമ്പർ സ്ലൈഡ്സ് ഞാൻ ഫസ്റ്റ് വൺ തൊട്ടാണ് പ്രിന്റ് ചെയ്യുന്നത്. എനിക്കിത് മാറ്റണമെങ്കിൽ ഇവിടുന്ന് തന്നെ എനിക്ക് മാറ്റി കൊടുക്കാം. വെൻ യു ആർ ഡൺ അഡ്ജസ്റ്റിംഗ് ദ പേജ് സെറ്റിംഗ്സ്, ഇത്രയും ചെയ്ത് കഴിഞ്ഞെങ്കിൽ എനിക്ക് ഓക്കെ ക്ലിക്ക് ചെയ്ത് ഇത് സെറ്റപ്പ് ചെയ്യാം. ഇനി പ്രിന്റിംഗ് സ്ലൈഡ്സ്, ഔട്ട്ലൈൻസ് ആൻഡ് നോട്ട്സ്. അപ്പൊ നമ്മൾ ഇത്രയും നേരം വരെ പറഞ്ഞത് പേജ് സെറ്റപ്പിനെ കുറിച്ചായിരുന്നു. ഇനിയിപ്പോൾ എങ്ങനെയാണ് ഞാൻ ഈ സ്ലൈഡ് പ്രിന്റ് ചെയ്യുന്നതെന്നാണ് പറഞ്ഞേക്കുന്നത്. ഓഫീസ് ബട്ടണിൽ നിന്ന് പ്രിന്റ് എന്ന് പറയുന്ന ഓപ്ഷൻ എടുത്ത് കൊടുക്കാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പം ഇതിനകത്ത് കുറച്ച് കാറ്റഗറി ഉണ്ട്. പ്രിന്റ് റേഞ്ച്. പ്രിന്റ് റേഞ്ച് എന്ന് പറയുമ്പോൾ ഞാൻ എവിടം വരെയുള്ള സ്ലൈഡാണ് പ്രിന്റ് ചെയ്യിപ്പിക്കേണ്ടത് എന്നാണ് പറയേണ്ടത്. ടു പ്രിന്റ് only selected slide, select slides and type slide numbers in the slide beside it. അപ്പൊ എനിക്ക് കറണ്ട് സ്ലൈഡ് മാത്രമാണ് പ്രിന്റ് ചെയ്യിക്കുന്നതെങ്കിൽ ഞാൻ ഇത് സെലക്ട് ചെയ്ത് സ്ലൈഡ് നമ്പർ കൊടുത്താൽ മതി. അപ്പൊ പ്രിന്റ് റേഞ്ച് എന്ന് പറയുന്നത് എനിക്ക് ഓപ്ഷൻ വേണമെങ്കിൽ എന്ത് വേണമെങ്കിലും മാറ്റി കൊടുക്കാം. ഇനി ഇവിടെ കോപ്പീസ് ചോദിക്കുന്നുണ്ട്, നമ്പർ ഓഫ് കോപ്പീസ്. എനിക്ക് ഒരെണ്ണം മതിയെങ്കിൽ ഒരെണ്ണം കൊടുത്താൽ മതി, അല്ല രണ്ടെണ്ണം വേണമെങ്കിൽ എനിക്ക് രണ്ടെണ്ണം കൊടുക്കാം. ഇനി പ്രിന്റ് വാട്ടെന്നാണ് ചോദിക്കുന്നത്. അപ്പം നമ്മൾ എന്ത് വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഹാൻഡ് ഔട്ട്സോ നോട്ട് പേജസോ ഔട്ട്ലൈൻ വ്യൂവോ എന്ത് വേണമെങ്കിലും എനിക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇനി കളർ ഉണ്ട്. എനിക്ക് കളർ ഗ്രേ സ്കെയിൽ ഉണ്ട്. എനിക്ക് PPT എന്ന് പറയുന്നത് കളറായിട്ട് പ്രിന്റ് ചെയ്യണമെങ്കിൽ എനിക്ക് കളർ കൊടുക്കാം, അല്ലെങ്കിൽ ഗ്രേ സ്കെയിൽ കൊടുത്താൽ മതി. ഇത്രയും കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഓക്കെ ക്ലിക്ക് ചെയ്യാം. ഓക്കെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പേജ് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് പ്രിന്റ് ചെയ്ത് കിട്ടും. Prior to giving PowerPoint presentation, you may wish to print your slides, outlines or lectures notes. PowerPoint offers many format options for printing. The simplest way to print your presentation is, of course, you just print your slides regular paper. You can also print our outline, audience hangout and speakers notes. അപ്പം നമ്മുടെ ഏറ്റവും റെഗുലർ വേ എന്ന് പറയുന്നത് നമ്മൾ ജസ്റ്റ് റെഗുലർ പേപ്പറിനകത്ത് സ്ലൈഡ് പ്രിന്റ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. However, depending on your printing and presentation needs and capabilities, you may also consider printing your presentation as transparencies to be shown overhead projector. If you have a laser or inkjet printer, all would need to load the printer with the transparencies designed for laser printers. അപ്പോൾ നമ്മൾ പ്രിന്റിങ്ങിന് കൊടുക്കുമ്പോൾ നമ്മൾ കൊടുക്കുന്ന പ്രിന്ററിന്റെ ബേസിസിലായിരിക്കും നമുക്ക് പ്രിന്റിങ് കിട്ടുന്നത്. ഇപ്പോൾ കളർ പ്രിന്ററിനകത്ത് മാത്രം നമുക്ക് കളർ കോപ്പി കിട്ടത്തുള്ളൂ അല്ലേ. Black and white is recommended choice when printing slides for transparencies or handouts, as colors does not always translate well into grayscale. You can select color option from the print screen as described below. അപ്പം നമുക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് വേണമെങ്കിൽ സെലക്ട് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാൻ പറഞ്ഞു ആദ്യം നമ്മൾ കൊടുക്കുന്ന
ഇതിൻ്റെ അനുസരിച്ചായിരിക്കും നമ്മുടെ ട്രാൻസ്പെറൻസി എന്ന് പറയുന്നത്. ഇനി സ്ലൈഡ് മാസ്റ്റർ വ്യൂ ആണ് ഇനി നെക്സ്റ്റ് കാണാനുള്ളത്. പഴയ ടെക്സ്റ്റ് ഉള്ളവർക്കറിയാം, പേജ് നമ്പർ 250 തൊട്ട് 250 വരെ പിന്നെ റിപ്പീറ്റ് ആയിട്ടുള്ള പോർഷൻ ആണ്. ഇനി നെക്സ്റ്റ് നമുക്ക് സ്ലൈഡ് മാസ്റ്റർ വ്യൂ ആണ് പഠിക്കേണ്ടത്. അപ്പോൾ സ്ലൈഡ് മാസ്റ്റർ വ്യൂ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ കണ്ടായിരുന്നു, നമ്മുടെ സ്ലൈഡിന്റെ ലേഔട്ട്സ് മാറ്റുന്നതിന് വേണ്ടിയാണ് നമ്മൾ സ്ലൈഡ് മാസ്റ്റർ വ്യൂ യൂസ് ചെയ്യുന്നത്. സ്ലൈഡ് മാസ്റ്റർ വ്യൂ എന്ന് പറയുമ്പോൾ മാസ്റ്റർ സ്ലൈഡ് അല്ലേ, നമുക്ക് കൊടുത്തേക്കുന്ന സ്ലൈഡിന്റെ ഒരു ഡിസൈൻ മാറ്റുന്നതിന് വേണ്ടിയാണ് നമ്മൾ കൊടുക്കുന്നത്. In slide master view, slide master tab will be appear the first on the ribbon, but you will still able to access commands of different tabs as normal. അപ്പോൾ സ്ലൈഡ് മാസ്റ്റർ എന്ന് പറയുമ്പോൾ നോക്കിക്കേ, സ്ലൈഡ് മാസ്റ്ററിന്റെ ഒരു പ്രോപ്പർട്ടി മാത്രമാണ് ഇവിടെ വരുന്നത്. സ്ലൈഡ് മാസ്റ്റർ, ഹോം, ഇൻസേർട്ട്, ആനിമേഷൻ അല്ലേ. ഇനി നമ്മൾ സ്ലൈഡ് ഷോ എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നതെന്നാണ് പഠിക്കുന്നത്. സ്ലൈഡ് ഷോ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ ഈ പ്രസന്റേഷനിലെ ഒരു സീക്വൻഷ്യൽ ഓർഡറിൽ നമുക്ക് പ്രസന്റ് ചെയ്ത് കാണിക്കാൻ വേണ്ടിയാണ് നമ്മൾ സ്ലൈഡ് ഷോസ് യൂസ് ചെയ്യുന്നത്. A collection of pages arranged in sequence that containing text and images for presentation in slideshow. PowerPoint has several useful tools and techniques you can use to manage presentations. അപ്പോൾ നമ്മൾ കൊടുത്തേക്കുന്ന ടെക്സ്റ്റ് അല്ലെങ്കിൽ ഇമേജസിനെ ഒരു സീക്വൻഷ്യൽ ഓർഡറിൽ പ്രിന്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ് സ്ലൈഡ് ഷോ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പം ഈ പവർ പോയിന്റിനകത്ത് പവർ പോയിന്റ് 2007 അല്ലാത്ത 2013 ഡിഫറെന്റ് ടെക്നിക്സും ടൂൾസും ഉണ്ട് നമ്മുടെ ഈ പ്രസന്റേഷനെ ഹാൻഡിൽ ചെയ്യാൻ. അപ്പം ഞാൻ 2007 ആണ് യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ എനിക്ക് ഈ ഓപ്ഷൻസ് ഒന്നും സപ്പോർട്ട് ചെയ്യത്തില്ല. അല്ലെങ്കിൽ ഞാൻ സ്ലൈഡ് ഷോ എടുക്കുമ്പോൾ ഇതുണ്ടോ, ഫ്രം ബിഗിനിങ് ടു സ്റ്റാർട്ട് യുവർ സ്ലൈഡ് ഷോ ഓൺ ദ വ്യൂ ടാബ് ഓർ സ്റ്റാർട്ട് സ്ലൈഡ് ഷോ ഫ്രം ബിഗിനിങ്. എനിക്ക് ഫ്രം ബിഗിനിങ് തൊട്ട് സ്ലൈഡ് ഷോയുടെ പേജ് സെറ്റപ്പ് ചെയ്ത് കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഇവിടെയുണ്ട്. അതുപോലെ തന്നെ ബാക്ക്, നെക്സ്റ്റ് നമ്മുടെ സ്ലൈഡുകൾ ബാക്ക്, നെക്സ്റ്റ് അറേഞ്ച് ചെയ്യാൻ വേണ്ടിയാണ്. പ്രീവിയസ് സ്ലൈഡിന്റെ ബാക്ക് കൊടുക്കാനും അതുപോലെ തന്നെ നെക്സ്റ്റ് എന്ന് പറയുന്ന നെക്സ്റ്റ് സ്ലൈഡായിട്ട് കൊടുക്കാനും എക്സിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ 2013 അത്ര സപ്പോർട്ട് ചെയ്യുന്നില്ല. ഇത്ര ഓപ്ഷനെ ഇതിനകത്ത് കാണിക്കത്തുള്ളൂ. ഫ്രം ബിഗിനിങ്, കറണ്ട് സ്ലൈഡ്, അപ്പം 2013 ഉള്ളവർ ഒന്ന് ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും. ഇനി ഇതിനകത്ത് ലൂപ്പിംഗ് ഒക്കെ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്, പക്ഷെ ഇതിനകത്തില്ല. ജസ്റ്റ് ഫ്രം ബിഗിനിങ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ഫ്രം ബിഗിനിങ് തൊട്ട് സ്ലൈഡ് ഷോ വരും. ഇപ്പോൾ 2013 ഓപ്ഷനാണ് ഈ പറഞ്ഞേക്കുന്നത്. അതുപോലെ തന്നെ സെറ്റിംഗ് സ്ലൈഡ് ഇന്റർവെൽസ് എന്ന് പറയുന്നത് സ്പീഡും ട്രാൻസിഷൻ ഒക്കെ മാറ്റുന്നതൊക്കെ ട്രാൻസിഷൻ ടാബിനകത്തുള്ളതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു, നമ്മൾ 2007 ട്രാൻസിഷൻ സപ്പോർട്ട് ചെയ്യുന്നില്ല. പേജ് നമ്പർ 284 ട്രാൻസിഷൻ സപ്പോർട്ട് ചെയ്യുന്നില്ല. അപ്പോൾ ഓർക്കുക, ട്രാൻസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ഇമേജസിന്റെ അല്ലെങ്കിൽ ടെക്സ്റ്റിന്റെ ഒരു ഓറിയന്റേഷൻ മാറ്റുന്നതിന് വേണ്ടിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതായത് ഒരു സ്ലൈഡിൽ നിന്ന് അടുത്ത സ്ലൈഡിലേക്ക് മൂവ് ചെയ്യുമ്പോൾ ഉള്ള സ്പീഡിന്റെ ഇന്റർവെൽസിനെയൊക്കെ നമുക്ക് അവിടെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ സൗണ്ടും ഡ്യൂറേഷനും, അപ്പോൾ നമ്മൾ നേരത്തെ ആനിമേഷൻ എടുത്തായിരുന്നു അല്ലേ. അപ്പോൾ ആനിമേഷനകത്ത് ട്രാൻസിഷൻ 2013 ട്രാൻസിഷൻ എന്ന് പറയുന്ന ഒരു ടാബ് സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ അതിനകത്ത് നമുക്ക് സൗണ്ട്, ഡ്യൂറേഷൻ എന്നൊക്കെ ഉള്ളത് മാറ്റി കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഡ്യൂറേഷൻ എന്ന് പറയുമ്പോൾ ട്രാൻസിഷൻ സ്പീഡ്സ് ആണ്. പിന്നെ അഡ്വാൻസ് സ്ലൈഡ് എന്ന് പറയുന്നത് ടൈമിംഗ് ഗ്രൂപ്പിനകത്ത് ഒക്കെ ഉള്ളതാണ്. അതിനുവേണ്ടിയുള്ള ഓപ്ഷനാണ് ഇവിടെ കൊടുത്തേക്കുന്നത് അല്ലേ. അഡ്വാൻസ് സ്ലൈഡ് എന്ന് പറയുന്നത് ഇവിടെ ഈ ടെക്സ്റ്റിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഓൺ മൗസ് ക്ലിക്കിന് വേണമെങ്കിൽ എനിക്ക് കൊടുക്കാം.
അതുപോലെ തന്നെ ഓൺ മൗസ് ക്ലിക്ക് ആഫ്റ്റർ എത്ര സെക്കൻഡ് കഴിഞ്ഞാണ് ഞാൻ ക്ലിക്ക് ചെയ്യുമ്പോൾ സ്ലൈഡ് ഷോ വരേണ്ടത് അല്ലെങ്കിൽ ട്രാൻസിഷൻ വരേണ്ടത് എന്നുള്ളതിനുള്ള ഡ്യൂറേഷൻ ഒക്കെയാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഓൺ ദ ട്രാൻസിഷൻ ടാബ് ടൈമിംഗ് ഗ്രൂപ്പ് അണ്ടർ അഡ്വാൻസ്ഡ് സ്ലൈഡ് you can select the checkbox on mouse click if you want to advance in next slide mouse click. To make slide advanced automatically select after checkbox, then enter number of minutes or seconds that you want. അതായത് ഇവിടെ കൊടുത്തേക്കുന്ന എന്ന് പറയുന്നത് അഡ്വാൻസ് സ്ലൈഡ് എന്ന് പറയുന്നത് ഞാൻ മൗസ് ക്ലിക്ക് ചെയ്യുമ്പോഴാണ് എനിക്ക് ട്രാൻസിഷൻ എൻ്റെ പ്രസന്റേഷന് ട്രാൻസിഷൻ സംഭവിക്കേണ്ടത്. അതുപോലെ തന്നെ ആഫ്റ്റർ എത്ര മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ട്രാൻസിഷൻ സംഭവിക്കേണ്ടതെന്നുള്ളതാണ് നെക്സ്റ്റ് രണ്ടാമത്തേതിനകത്ത് പറഞ്ഞേക്കുന്നത്. To enable both the mouse and automatic advance, select both the on mouse click and checkbox and after checkbox. അപ്പോൾ രണ്ടും വർക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ ഓൺ മൗസ് ക്ലിക്കും ആഫ്റ്ററും കൊടുക്കണം. എന്നാലും നമ്മൾ ഓൺ മൗസ് ക്ലിക്ക് കഴിഞ്ഞിട്ട് എത്ര സമയത്തിന് ശേഷമാണ് അടുത്ത സ്ലൈഡിന്റെ ട്രാൻസിഷൻ നടക്കുന്നതെന്ന് പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മൾ ഒരു സ്ലൈഡ് ഷോ നടത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. ഒന്നുമില്ല, സ്ലൈഡ് ഷോ മാനേജ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. വ്യൂ ടാബിലെ തന്നെ സ്റ്റാർട്ട് സ്ലൈഡ് ഷോ ഗ്രൂപ്പിനകത്ത് ഫ്രം ബിഗിനിങ് തൊട്ട് തുടങ്ങിയാൽ മതി. ഇപ്പം എൻ്റെ പഴയ വേർഷൻ ആയതുകൊണ്ട് ഇവിടെ ഡയറക്റ്റ്ലി സ്ലൈഡ് ഷോ എന്ന് പറയുന്ന ഒരു ടാബ് കിടക്കുന്നുണ്ട്. പക്ഷെ മറ്റേതിനകത്ത് അങ്ങനെയല്ല, വ്യൂ ടാബ് എടുക്കുമ്പോഴാണ് എന്താ കിടക്കുന്നത്. അതിനകത്ത് ബാക്കും നെക്സ്റ്റും നമുക്ക് സ്ലൈഡുകൾ അറേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ ഗോ ടു സ്ലൈഡ് ഒക്കെ ഉണ്ട്. ഇപ്പൊ ഇത്രേ ഉള്ളൂ നമ്മൾ ഈ ചാപ്റ്ററിനകത്ത് പഠിക്കുന്നത്. മെയിൻ ആയിട്ട് നമ്മൾ എങ്ങനെയാണ് ഒരു പ്രസന്റേഷൻ തയ്യാറാക്കുന്നത് എന്ന് പഠിച്ചിരിക്കുക. പ്രസന്റേഷൻ ഒക്കെ എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ തന്നെ പ്രാക്ടിക്കലിന് എപ്പോഴും ചോദിക്കുന്ന ഒരു പോർഷൻ ആണ് ഒരു മിനിമം ഒരു PPT തയ്യാറാക്കുക. ഏതെങ്കിലും സബ്ജക്റ്റിന് ബേസ് ചെയ്ത് PPT തയ്യാറാക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ ട്രാൻസിഷന്റെ ഡ്യൂറേഷൻ ചോദിക്കാറുണ്ട്. അതായത് നമ്മളിവിടെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 2 അല്ലെ, പേജ് നമ്പർ 254 ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 2 ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം ഒരു ഡ്യൂറേഷൻ 1 ആയിട്ടുള്ള സ്ലൈഡുകൾ നിർമ്മിക്കാനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 1 മാറ്റി കൊടുത്താൽ മതി. അപ്പം ഈ ക്ലാസ്സിൽ ഈ മൊഡ്യൂളിൽ ഇത്രയൊക്കെ പഠിക്കാനുള്ളൂ. അപ്പം നമ്മുടെ 4th സെം ഇതോടെ കംപ്ലീറ്റ് ചെയ്യുകയാണ്. ഇനി നമുക്ക് പ്രാക്ടിക്കൽ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇന്നത്തെ ക്ലാസ്. അപ്പം ഇന്നത്തെ ക്ലാസ് അവസാനിക്കുകയാണ്. താങ്ക് യു.